ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് തിരക്ക് പിടിച്ച ദിവസമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ അടുക്കളയിലേക്ക് അങ്ങ് കയറി ചോറടുപ്പയിലേക്ക് വെച്ചു. തലേദിവസത്തെ മീൻകറി ഉണ്ടായിരുന്ന ചൂടാക്കി വെക്കുകയും കൂടെ ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് നേരെ പോയി ഒരു ഗ്ലാസ് ചായ അങ്ങ് വെച്ചു. ചായ വെച്ച് നേരെ മുറ്റത്തേക്കെല്ലാം ഇറങ്ങി ആ ചായ അങ്ങ് കുടിച്ചു കേട്ടോ. രാവിലെ തന്നെ ഇവിടെ നല്ല മഴയാണ് കേട്ടോ. നിങ്ങളുടെ നാട്ടിലെല്ലാം എങ്ങനെയുണ്ട് മഴ തന്നെയാണോ? നമ്മുടെ ഓണം ഇനി എന്താകുമോ എന്തോ. ഇന്നാണെങ്കിൽ വാമിപ്പെണ്ണിൻ്റെ അംഗൻവാടിയിൽ ഓണപ്പരിപാടിയും ഓണസദ്യയെല്ലാം ആക്കുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി നമുക്കൊന്ന് അംഗൻവാടി വരെ പോവാനും ഉണ്ട്. അതിനുവേണ്ടി രാവിലെ തന്നെ വാമീനെ കുളിപ്പിച്ച് റെഡിയാക്കുക കേട്ടോ. രാവിലെ തന്നെ നല്ല മഴയായതുകൊണ്ട് ആൾക്ക് കുറച്ച് മടിയായിരുന്നു എഴുന്നേക്കാൻ. അങ്ങനെ എങ്ങനെയല്ലോ എഴുന്നേൽപ്പിച്ച് ചായയും കുടിപ്പിച്ച് നേരെ പോയി കുളിപ്പിച്ച് കുറച്ച് സുന്ദരിയാക്കി വിട്ടേക്കാം. ഇന്ന് ഓണമൊക്കെ അല്ലേ. ഒരുങ്ങാനൊക്കെ ആൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഒരുക്കാനൊന്നും അത്ര പണിപെടേണ്ടി വരൂല നമുക്ക്. വാമിയുടെ മുഖത്താണെങ്കിൽ ഇന്ന് നല്ല സന്തോഷം കാണുന്നില്ലേ? എന്താ കാരണമെന്നറിയോ? ആൾക്കിന്ന് അംഗൻവാടിയിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. തലേ ദിവസമായിരുന്നു ഓണപ്പരിപാടിയും കാര്യങ്ങളെല്ലാം വെച്ചത്. ഓണപ്പരിപാടിക്ക് കസേര കളിക്കും മുട്ടായി പെറുക്കലിനും രണ്ടിനും ആൾക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സമ്മാനം കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിലാണ് ആൾ. അങ്ങനെ മുഖത്ത് പൗഡറെല്ലാം ഇട്ട് ഒരു ചെറിയൊരു പൊട്ടും തൊട്ട് കണ്ണും അങ്ങനെ എഴുതി വാമിപ്പെണ്ണിന് ഞാനിതാ ഇവിടെ പകുതി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു മാലയും കൂടി ഇട്ട് നോക്കാം, എങ്ങനെയുണ്ട് കാണാൻ. വാമിക്ക് മാല അത്രയ്ക്കൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പിന്നെ ഞാൻ കുറച്ച് സോപ്പെല്ലാം ഇട്ട് പറഞ്ഞു. അങ്ങനെ എല്ലാത്തിനും സമ്മതിച്ചു കേട്ടോ. അങ്ങനെ വാമിപ്പെണ്ണ് ഇതാ ഇവിടെ റെഡിയായി സെറ്റായി ഇരിപ്പുണ്ട്. വാമിനെ ഇത്രയെല്ലാം ഒരുക്കിയിട്ടും എനിക്കെന്തോ ഒരു തൃപ്തിയാവാത്ത പോലെ തോന്നി. അപ്പോൾ ഇതാ ചന്ദനം തൊട്ടില്ലായിരുന്നു. അങ്ങനെ വേഗം തന്നെ പോയി ചന്ദനമെല്ലാം ഒന്ന് തൊട്ട് കൊടുത്തു കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മളുടെ ഫൈനൽ ലുക്ക് ഇതാണേ. മുല്ലപ്പൂ ഒന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ ഞാൻ തലയിലൊരു ചെറിയ റിബണും കൂടി ഒന്ന് കെട്ടിക്കൊടുത്തിട്ടാണ് വിട്ടത്. അങ്ങനെ വാമീനെ ഇതാ ഞങ്ങൾ വേഗം ഒരുക്കി നിർത്തിയിട്ടുണ്ട്. വാമിയുടെ അച്ഛനെ വിളിച്ചിട്ടുണ്ട് ഇനി വാമീനെ കൊണ്ടേയാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ വൈദൂട്ടി ഇങ്ങനെ നോക്കി നിൽക്കുക, ഞാൻ മാത്രം എവിടെയും പോകുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. വീട്ടിൽ നിന്നാണെങ്കിൽ ചേച്ചിയും മക്കളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു, അവരും കൂടി ഉണ്ടായിരുന്നേ ഇവിടെ. അങ്ങനെ വാമിയുടെ അച്ഛൻ വന്നിട്ട് വാമീനെ വേഗം അതാ വണ്ടിയിൽ കയറ്റി വിട്ടു കേട്ടോ. വാമിക്ക് വീട്ടിലിരിക്കുന്നതിലും ഇഷ്ടം അംഗൻവാടിയിൽ പോകുന്നതാണ്. അടുത്ത മഴ കിട്ടുന്നതിന് മുന്നേ വേഗം തന്നെ ഞാൻ പൊയ്ക്കോ എന്ന് ഇവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. വാമിയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ ടാറ്റ പറയുന്നുണ്ടായിരുന്നു. ഇനി ഒരു 12 മണിയാകുമ്പോൾ എനിക്കും അംഗൻവാടിയിലേക്ക് പോകാനുണ്ട് കേട്ടോ. ഓണത്തിൻ്റെ ഓണസദ്യയെല്ലാം പിള്ളേർക്ക് കൊടുക്കുന്നതല്ലേ. അതുകൊണ്ട് വൈദൂട്ടി ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് പോകുന്നത്. അങ്ങനെ നേരെ അടുക്കളയിലേക്ക് ചെന്നു. ചോറ് കുക്കറിൽ നിന്ന് എടുത്തിട്ട് കലത്തിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ച് ഊറ്റുന്നുണ്ട് കേട്ടോ ഞാനിവിടെ. ഇനിയിപ്പം വാമി പോയി കഴിഞ്ഞാൽ എനിക്ക് ഫുള്ള് പണിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ചോറ് കറികളെല്ലാം റെഡി ആയിട്ട് വേണം പോവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചോറ് വേഗം ഊറ്റിയിട്ടു. ഇനി അടുത്ത പരിപാടി എന്ന് പറയാൻ ഉണക്കമീൻ എടുത്തിട്ടുണ്ടായിരുന്നേ. അതെല്ലാം വേഗം ഒന്ന് കഴുകി മുറിച്ച് ഒന്ന് വറക്കാമെന്ന് വിചാരിച്ചു. തലേദിവസത്തെ മീൻകറി ഉള്ളത് കൊണ്ട് തന്നെ ഇന്നൊരു തട്ടിയും മുട്ടിയെല്ലാം ഒന്ന് കറിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ മീൻ വറക്കാനും വെച്ചു. വേഗം തന്നെ പോയി ഒരു ചമ്മന്തിയും കൂടി അരയ്ക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പം മീൻകറിയും ചമ്മന്തിയും ഉണക്ക് വറുത്തതൊക്കെ ഉണ്ടല്ലോ, ഇന്നൊരു ദിവസത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഞങ്ങൾക്ക് അംഗൻവാടിയിലായിരുന്നു കേട്ടോ ഓണസദ്യയെല്ലാം. ചേച്ചിക്കും മക്കൾക്കും മാത്രമേ ചോറും കറികളെല്ലാം വേണ്ടൂ. അതുകൊണ്ട് അതെല്ലാം ഒന്ന് സെറ്റാക്കി. ഇനി നമുക്ക് വൈദൂട്ടിക്ക് ഇവിടുന്ന് ചോറ് കൊടുത്തിട്ട് പോകുന്നതായിരിക്കും നല്ലതെന്ന് വിചാരിച്ചു. അതിന് തന്നെ നേരെ പോയിട്ട് അടുക്കളയിൽ ചെന്നൊരു മുട്ടയും കൂടി ഒരു ചിക്കി പൊരിച്ചെടുത്തു കേട്ടോ. അങ്ങനെ ചേച്ചിയുടെയിലേക്ക് നേരെ വൈദൂട്ടീനെയും കൊടുത്ത് കുറച്ച് ചോറ് വാരി കൊടുക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. വൈദൂട്ടിക്ക് ചോറ് കൊടുക്കുന്ന സമയം കൊണ്ട് ഞാൻ അവൾക്ക് കുളിക്കാൻ വേണ്ടി കുറച്ച് ചൂടുവെള്ളവും കൂടി ആക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ പോയി നേരെ ചായ കുടിച്ചു. ചായ കുടിച്ചു കഴിഞ്ഞ് നേരെ ഞാൻ പോയി കുളിച്ച് ഡ്രസ്സെല്ലാം ഇട്ട് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് മേക്കപ്പും കൂടി ചെയ്യാം. മേക്കപ്പ് എന്ന് പറഞ്ഞാൽ വൻ സെറ്റപ്പ് മേക്കപ്പ് ഒന്നും അല്ല കേട്ടോ. ഫെയർ ആൻഡ് ലവ്ലി ക്രീം നമ്മളൊന്ന് മുഖത്ത് തേക്കുന്നുണ്ട്. അകത്ത് നമുക്ക് കുറച്ച് വെട്ടം കുറവാണ് കേട്ടോ. അതുകൊണ്ട് എത്രത്തോളം ഇത് ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ കുറച്ചെല്ലാം ഒരു വെട്ടമെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ വീഡിയോ എല്ലാം എടുക്കുന്നത്. അങ്ങനെ ക്രീമെല്ലാം തേച്ച് കഴിഞ്ഞിട്ട് ഒരു പാത്രം പൗഡർ എടുത്ത് അങ്ങ് കയ്യിലേക്കിട്ട് അത് മുഖത്ത് ഫുള്ള് പൊത്തിയിട്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചെറിയൊരു ലിപ്സ്റ്റിക്കും കൂടി അങ്ങ് തേച്ച് കൊടുക്കുന്നുണ്ടേ. ഒട്ടും കുറവ് വേണ്ട. പിന്നെ ചെറിയൊരു പൊട്ടും കൂടെ തൊട്ട് കൊടുക്കാം. എനിക്ക് ഈ വലിയ പൊട്ടിനെക്കാട്ടിയും ചെറിയൊരു പൊട്ടാണ് കേട്ടോ ഇഷ്ടം, അതും കറുത്ത കളറ്. അങ്ങനെ കൺമഷി എടുത്തൊന്ന് കണ്ണും കൂടെ എഴുതി കൊടുത്ത് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, ഈ കോലത്തിൽ തന്നെയാണ് പോകുന്നത്.
ഇടയ്ക്ക് ഞാൻ വൈദൂട്ടിനെ കുളിപ്പിക്കും കൂടെ ചെയ്തായിരുന്നു കേട്ടോ. ഇനി വൈദൂട്ടിനെ ഒന്ന് ഡ്രസ്സെല്ലാം ഇട്ട് ഒന്ന് സുന്ദരിമണിയാക്കി എടുക്കണം. അങ്ങനെ ഇതാ വാമിയുടെ കൂട്ട് തന്നെ ഡ്രസ്സ് വൈദൂട്ടിക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ഇത് കഴിഞ്ഞ ഓണത്തിന് ഏട്ടൻ്റെ അമ്മ വാങ്ങി തന്നതാണ് കേട്ടോ, രണ്ടാൾക്കും ഒരുപോലത്തെ ഡ്രസ്സ്. അങ്ങനെ ഇതാ നമ്മുടെ വൈദൂട്ടിയുടെ മുഖത്ത് സന്തോഷം കണ്ടോ. ആളെ എവിടെ പോകുമ്പോഴും ഞാൻ കൂട്ടലില്ല കേട്ടോ. അമ്മയുണ്ടെങ്കിൽ ഞാൻ വീട്ടിലാക്കിയിട്ട് തന്നെയാണ് പോവാറ്. അമ്മ ഇല്ലാത്തത് കൊണ്ട് തന്നെ ചേച്ചിയുടെ കയ്യിൽ അവൾ അങ്ങനെ ഇരിക്കൂല കേട്ടോ. പിന്നെ ഞാൻ വൈദൂട്ടിനെ എടുത്ത് നേരെ റോട്ടിലേക്ക് നടന്നു. ഓട്ടോറിക്ഷ വിളിച്ചിട്ടുണ്ട്, ഇനി ഓട്ടോ വന്നിട്ട് അതിലേക്ക് കയറി നമുക്ക് നേരെ അംഗൻവാടിയിലേക്ക് പോവാം. രാവിലെ തൊട്ട് നല്ല മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ മോളെയും കൊണ്ട് പോവാൻ വേണ്ടി ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു. ഒരു കയ്യിൽ ബാഗും ഒരു കയ്യിൽ കൊടയും പിന്നെ വൈദൂട്ടിനെയും കൂടെ എടുത്ത് പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും പ്രശ്നമില്ല, നമുക്ക് അംഗൻവാടിയുടെ മുന്നിൽ തന്നെ ചെന്ന് ഇറങ്ങാമല്ലോ. അങ്ങനെ നേരെ അംഗൻവാടിയിലെത്തി കേട്ടോ. ബാക്കിയുള്ള കുട്ടികളുടെ അമ്മമാരെല്ലാം രാവിലെ വന്ന് പൂക്കളമെല്ലാം ഇട്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ അംഗൻവാടിയിൽ നിന്ന് കേട്ടോ ഭക്ഷണമെല്ലാം റെഡിയാക്കിയതും കൂടെ. അംഗൻവാടിയിൽ കുറച്ച് സൗകര്യമുള്ളൂ, ആ സൗകര്യത്തിൽ തന്നെ ഇവർ നല്ല അടിപൊളിയായിട്ട് ചോറും കറികളും എല്ലാം ആക്കിയിട്ടുണ്ടായിരുന്നേ. എനിക്ക് ചെറിയൊരു കുഞ്ഞുള്ളത് കൊണ്ട് തന്നെ ടീച്ചർ പറഞ്ഞു 12 മണിയാകുമ്പോൾ എത്തിയാൽ മതിയെന്ന് കേട്ടോ. അങ്ങനെ ഇതാ കൂട്ടുകറി, അവിയലും പായസവും സാമ്പാറും തോരനും പപ്പടവും പഴവും എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മക്കളെ എല്ലാം ഇരുത്തിയിട്ട് ഇതാ ഇലയെല്ലാം വിരിച്ച് ചോറെല്ലാം കൊടുത്തു കേട്ടോ. ചോറെല്ലാം കഴിച്ചു കഴിഞ്ഞ് നേരെ ഏട്ടനെ ഫോൺ വിളിച്ചു, ഞങ്ങളെ ഒന്ന് കൊണ്ടാക്കുമോ എന്ന് ചോദിച്ചിട്ട്. മഴ ആയതുകൊണ്ട് തന്നെ കടയിൽ കുറച്ച് തിരക്ക് കുറവുണ്ടായിരുന്നേ. അപ്പോൾ ഏട്ടൻ നേരെ വന്ന് ഞങ്ങളെ അവിടുന്ന് കൂട്ടി വീട്ടിൽ കൊണ്ടുപോയാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളെ അവിടെ വഴിയിലിറക്കിയിട്ട് ഏട്ടൻ കടയിലേക്ക് തിരിച്ചു പോയി. അങ്ങനെ ഞാനും വൈദൂട്ടി ഇതാ വീട്ടിലേക്ക് നടന്നു പോന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.